ഇനി വിദേശ വാർത്തകളിലേക്ക് വളരെ അപകടം പിടിച്ച വാർത്തകളൊക്കെ ഇപ്പോൾ വരുന്നത്. സിറിയൻ പ്രതിരോധ മന്ത്രാലയത്തിലും ദക്ഷിണ സിറിയയിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി 5 പേർ മരിച്ചു. സുരക്ഷാ സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഗസയിലാണെങ്കിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 45 പേരും മരിച്ചിട്ടുണ്ട്. ആൾക്കാരെ കൊലപ്പെടുത്തുന്ന ഒരു രാജ്യമായിട്ട് ഇസ്രായേൽ മാറുകയാണ്. ഈ അവസരത്തിൽ ഈ വാർത്തയെ അപഗ്രഥിക്കാൻ പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. പി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഇത്രയും വലിയ മഴയിലേക്ക് എങ്ങനെ കടന്നു വന്നു പി? മഴ 3 ദിവസമായിട്ട് നല്ല മഴയാ എസ്കേൻ. കുറെ മഴ കൊണ്ടു, ജലദോഷത്തിന്റെ അടുത്ത് എത്തി നിൽക്കുക. കഴിഞ്ഞ 2 ദിവസമായിട്ട് കാണുന്നില്ല. ഞാൻ വിചാരിച്ചു മഴയിൽ ഒലിച്ചു പോയോ എന്ന്. ഇല്ല, മകൻ കാനഡയിലേക്ക് പോവാണ്. PR കിട്ടിപ്പോയി. അപ്പൊ യാത്ര ഇന്നലെ രാത്രി പോയി. ഇപ്പിയും കൂടെ പോവോ കാനഡയ്ക്ക്? ഇല്ല, ഞാൻ ഉറച്ച് കേരളത്തിൽ ഇന്ത്യയിൽ നിൽക്കും. ഞാൻ മോഹിച്ചു പോയായിരുന്നു. അത് നടക്കില്ല എസ്കേൻ. ഇല്ല, ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു പി. അപ്പൊ നമ്മൾ ഇനി വാർത്തയിലേക്ക്. എസ്കേൻ, കാര്യം നമ്മൾ തമാശയൊക്കെ പറഞ്ഞെങ്കിലും വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, സിറിയയിൽ ഇസ്രായേൽ കയറി ആക്രമിച്ചിരിക്കുന്നു. സിറിയയുടെ പ്രതിരോധ മന്ത്രാലയത്തിൽ കയറി നടത്തിയ ആക്രമണത്തിൽ 5 സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ടു. ഒപ്പം തന്നെ 10-25 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അതുകൂടാതെ ദക്ഷിണ സിറിയയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഡ്രൂസ് പോരാളികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ സിറിയയുടെ സൈന്യത്തിനെ കയറി ആക്രമിച്ചു എന്ന വാർത്ത കൂടി വരുന്നു. അവിടെ ഡ്രൂസ് പ്രവർത്തകരും അതുപോലെ തന്നെ ഔദ്യോഗിക സൈന്യവും തമ്മിൽ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രൂസിനെയാണ് അമേരിക്കയും ഇസ്രായേലും പിന്തുണയ്ക്കുന്നത്. എന്തായാലും സിറിയയുമായിട്ട് അമേരിക്ക യഥാർത്ഥത്തിൽ അനുരഞ്ജനപ്പെടുകയും അവരെ അംഗീകരിക്കുകയും ചെയ്തതിന് ശേഷം ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അമേരിക്കയെ വല്ലാതെ അമ്പരിപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക ഉടനെ തന്നെ ഇടപെട്ടു, വെടിനിർത്തൽ ഉണ്ടാവും, ഇനി മുന്നോട്ട് പോകില്ല എന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഡ്രൂസ് പ്രവർത്തകരെ അവരുടെ മേഖലയിൽ കയറി സർക്കാർ സൈന്യം ആക്രമിച്ചാൽ, സുവൈദ എന്ന സ്ഥലത്താണ്, പ്രവിശ്യയിലാണ്, സുവൈദയിൽ കയറി ഇനി ആക്രമിച്ചാൽ ഇനിയും ആക്രമിക്കുമെന്ന നിലപാടിലാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യം കഴിഞ്ഞാൽ വേറെ രാജ്യം ഇടയ്ക്കിടയ്ക്ക് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസയിൽ സ്ഥിരമായി ആക്രമണമാണ്. കഴിഞ്ഞ 21 മാസത്തിനിടയിൽ 58,000-ഓളം പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു, പലസ്തീനികൾ. എന്ന് മാത്രമല്ല, ഈ മണിക്കൂറുകളിലും 45 പേർ മരണമടഞ്ഞു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത തന്നെയാണ് വരുന്നത്. അതിൽ ഭക്ഷണ കേന്ദ്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും 25 പേർ മരണമടഞ്ഞിട്ടുണ്ട്. മറ്റു പ്രദേശങ്ങളിൽ നടത്തിയ ആക്രമണത്തിലാണ് 45 പേർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ ഓരോ ദിവസവും മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെങ്കടലിൽ വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. അത് ഹൂതികളും അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ കലങ്ങുകയാണ് എസ്കേൻ. സിറിയയിൽ ലെബനനിലും ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായി എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട് എസ്കേൻ. പി ജെയിംസ്, നമ്മുടെ യുക്രൈനിലേക്ക് തിരിഞ്ഞാൽ റഷ്യ യുക്രൈനിൽ ആക്രമണം കൂട്ടിയെന്നുള്ള വാർത്ത വരുന്നു. മാത്രമല്ല, നാറ്റോ സഖ്യം തിരിച്ചടിക്കുമെന്ന സാധ്യത വന്നപ്പോൾ ആണവായുധം എടുത്ത് പ്രയോഗിച്ചു കളയുന്ന പുടിൻ്റെ പ്രസ്താവന വരുന്ന പോലെ തോന്നുന്നു. മാത്രമല്ല, റഷ്യയുമായുള്ള എണ്ണ ഇടപാട് ഇന്ത്യക്കും ഈ ഭീഷണി വന്നിട്ടുണ്ട്. ചൈനയ്ക്കും ബ്രസീലിനും പുറമെ ഇന്ത്യയും ഈ ഭീഷണി നേരിടുകയാണ്. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യക്ക് ഗുണകരമാണല്ലോ. എന്താണ് പി ഇതിന്റെ രാജ്യാന്തര രാഷ്ട്രീയം? ഇന്ത്യ ഇപ്പൊ ചിത്രത്തിൽ വന്നിരിക്കുന്നത്. ഇന്ത്യയും ചൈനയുമാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇപ്പോഴത്തെ നിരക്കിലൊക്കെ എണ്ണ കൊടുക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഈ ഗൾഫ് മേഖലയിൽ വലിയ പ്രതിസന്ധി ആയതുകൊണ്ട് എണ്ണ കിട്ടാൻ ബുദ്ധിമുട്ട് വരുമായിരുന്നു. ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത്, പെട്രോളും ഡീസലും വാങ്ങുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് റഷ്യൻ എണ്ണയുടെ വരവാണ് ഇന്ത്യയെ സഹായിച്ചത്. അപ്പോൾ ആ എണ്ണ വാങ്ങുന്നതിനെതിരെ നാറ്റോ സഖ്യം രംഗത്ത് വന്നിരിക്കുന്നു. സഖ്യത്തിൻ്റെ ജനറൽ സെക്രട്ടറി മാർക്ക് റൂട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് 3 പേർക്കാണ് ഭീഷണി. ഒന്ന് ഇന്ത്യ, ചൈന, ബ്രസീൽ. ഇവർക്കെതിരെ നാറ്റോയുടെ ഉപരോധങ്ങൾ വരും, നാറ്റോ കട്ട് ചെയ്യും ഇവരുടെ വ്യാപാരങ്ങൾ എന്നുള്ള രീതിയിൽ ഉള്ളതാണ്. നാറ്റോ സഖ്യം എന്ന് പറയുന്നത് 30-ലേറെ രാജ്യങ്ങളുടെ സഖ്യമാണ്. യൂറോപ്പും അമേരിക്കയും കാനഡയൊക്കെ ഉള്ളൊരു വലിയ പ്രതിരോധ സഖ്യമാണ്. അപ്പോൾ അവർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിയൊക്കെ മറികടന്നുകൊണ്ട് റഷ്യ ആക്രമണം തുടരുകയാണ്. ഡ്രോഫോഫീലിയ എന്ന സ്ഥലത്ത് കിഴക്കൻ ഉക്രൈനിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 100 കണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഡ്രോണുകളും മിസൈലുകളും വെച്ചാണ് ആക്രമണം. അവിടുത്തെ ഷോപ്പിംഗ് മാളിലും മാർക്കറ്റിലും ഒക്കെ ആക്രമണം നടത്തിയിരിക്കുന്നു റഷ്യ. ഇതിനിടയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ വലിയ ഭീഷണി വന്നിരിക്കുന്നു. അമേരിക്ക ഉക്രൈന് ആയുധം വീണ്ടും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം റഷ്യ
പറഞ്ഞിരിക്കുന്നത്. അതൊരു വലിയ ഭീഷണിയാണ്. കാരണം റഷ്യയെ സംബന്ധിച്ചിടത്തോളം SKN അറിയാവുന്ന പോലെ പകുതി 50% അണുവായുധങ്ങൾ ഇപ്പോഴും റഷ്യയുടെ കയ്യിലാണ്. പഴയ സോവിയറ്റ് യൂണിയനിലെ അണുവായുധങ്ങൾ മുഴുവൻ റഷ്യയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മറ്റ് 15 റിപ്പബ്ലിക്കുകളിൽ നിന്നുള്ള അണുവായുധങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് അന്ന് യെൽസിൻ വാങ്ങിക്കൂട്ടിയിരുന്നു. അത് പുട്ടിൻ്റെ കൈവശമാണ്. ഏതാണ്ട് 5500-ലേറെ അണുവായുധങ്ങൾ റഷ്യയുടെ കയ്യിലുണ്ട്. അമേരിക്കയുടെ കയ്യിൽ 5000-ഓളം അല്ലെങ്കിൽ 5000-ൽ താഴെ. ബാക്കിയുള്ളതൊക്കെ ചൈനയിലും ഇന്ത്യയിലും അതുപോലെ തന്നെ ഇസ്രായേലിലും പാകിസ്ഥാനിലും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. ബ്രിട്ടനിലും ഫ്രാൻസിലും അതൊക്കെ കുറേശ്ശേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് റഷ്യയെ അണുവായുധൻ്റെ കാര്യത്തിൽ ലോകം പേടിക്കണം. റഷ്യയുടെ ഭീഷണി വളരെ ഗൗരവമായി കാണേണ്ടതാണ്. SKN. ഇനി നമുക്ക് നാളെ കാണാം വിശദമായ വിദേശ വാർത്തകളുമായി.